ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേരള സർക്കാരിൻ്റെ ശ്രീ നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. നിരവധി തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത്. പ്രൊഫസറിലേക്ക്, അസിസ്റ്റന്റ് പ്രൊഫസറിലേക്ക്, കറണ്ട് റൈറ്ററിലേക്ക്, ജോയിന്റ് രജിസ്ട്രാറിലേക്ക്, ഡെപ്യൂട്ടി രജിസ്ട്രാറിലേക്ക്, അസിസ്റ്റന്റ് രജിസ്ട്രാറിലേക്ക്, സെക്ഷൻ ഓഫീസറിലേക്ക്, ഡാറ്റ അനലിസ്റ്റിലേക്ക്, PROയിലേക്ക്, ലീഗൽ കൺസൾട്ടൻറ്റിലേക്ക്, അസിസ്റ്റൻറ്റിലേക്ക്, കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിലേക്ക്, സ്റ്റുവാർഡിലേക്ക്, ഓഫീസ് അറ്റൻഡൻറ്റിലേക്ക്, ഹൗസ് കീപ്പറിലേക്ക്, ഡ്രൈവറിലേക്ക് എന്നിങ്ങനെ 16 തസ്തികയിലേക്ക് നിരവധി ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ്. ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ പ്രൊഫസറിലേക്കും രണ്ടാമത്തെ തസ്തികയായ അസിസ്റ്റന്റ് പ്രൊഫസറിലേക്കും ഈ രണ്ട് തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത UGC നിശ്ചയിച്ചിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് ഈ രണ്ട് തസ്തികയിലേക്കും അപേക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ തസ്തിക കണ്ടന്റ് റൈറ്റർ. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ കോളേജ് അധ്യാപകരായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. അതില്ലെങ്കിൽ PG പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. PhD ഉള്ള ബിരുദദാനികൾക്ക്, PhD ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അവർക്ക് വേണ്ടുന്ന യോഗ്യത അതിനോടൊപ്പം തന്നെ കണ്ടന്റ് എഴുതുവാനുള്ള പ്രാഗൽഭ്യമുള്ള വ്യക്തിയായിരിക്കണം, കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് മൂന്നാമത്തെ തസ്തികയായ കണ്ടന്റ് റൈറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് നാലാമത്തെ തസ്തികയായ ജോയിന്റ് രജിസ്ട്രാർ, അഞ്ചാമത്തെ തസ്തികയായ ഡെപ്യൂട്ടി രജിസ്ട്രാർ, ആറാമത്തെ തസ്തികയായ അസിസ്റ്റന്റ് രജിസ്ട്രാർ. ഈ 3 തസ്തികയ്ക്കും വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ റാങ്കിൽ കുറയാത്ത സംസ്ഥാന സർക്കാർ വകുപ്പിൽ നിന്നോ അതില്ല എങ്കിൽ സർവകലാശാലയിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥൻ ആയിരിക്കണം. അപ്പോൾ സർക്കാർ വകുപ്പിൽ നിന്നോ അതില്ല എങ്കിൽ സർവകലാശാലയിൽ നിന്നോ വിരമിച്ച ഉദ്യോഗസ്ഥനായിരിക്കണം. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെ ഉള്ളവർക്ക് ഈ പറഞ്ഞ ജോയിന്റ് രജിസ്ട്രാർ തസ്തികയിലേക്കും ഡെപ്യൂട്ടി രജിസ്ട്രാറിലേക്കും അസിസ്റ്റന്റ് രജിസ്ട്രാറിലേക്കും ഈ 3 തസ്തികകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് ഏഴാമത്തെ തസ്തിക സെക്ഷൻ ഓഫീസർ. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ സർക്കാർ വകുപ്പിൽ നിന്നോ അതില്ലെങ്കിൽ സർവകലാശാലയിൽ നിന്നോ സെക്ഷൻ ഓഫീസറായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. അത് സൂപ്രണ്ട് പദവിയിൽ താഴെയല്ലാതെ വിരമിച്ച ഉദ്യോഗസ്ഥനായിരിക്കണം. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഏഴാമത്തെ തസ്തികയായ സെക്ഷൻ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് എട്ടാമത്തെ തസ്തിക ഡാറ്റ അനലിസ്റ്റ്. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BA പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. BA ഇല്ലെങ്കിൽ BSc പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. അതും ഇല്ലെങ്കിൽ BCom പഠിച്ചിട്ടുള്ളവർക്ക്. ഇതിലേതെങ്കിലും ഒരു ഡിഗ്രി മതി. BAയോ BScയോ BComോ ഇതിലേതെങ്കിലും ഒരു ഡിഗ്രിയും അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ഡിപ്ലോമ കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ MS ഓഫീസ്, ഗൂഗിൾ സ്റ്റുഡിയോ, ഫോട്ടോഷോപ്പൊക്കെ അറിഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് എട്ടാമത്തെ തസ്തികയായ ഡാറ്റ അനലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് ഒമ്പതാമത്തെ തസ്തിക PRO. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ ജേർണലിസത്തിൽ ഡിപ്ലോമയോ ബിരുദമോ അങ്ങനെയുള്ള വ്യക്തികൾക്ക് കുറച്ചും കൂടെ മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ ജ്ഞാനമുള്ളവർക്ക് ഒമ്പതാമത്തെ തസ്തികയായ PRO തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 10ാമത്തെ തസ്തിക ലീഗൽ കൺസൾട്ടൻറ്റ്. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നിയമപരമായിട്ടുള്ള പഠനം, അതായത് LLB ഒക്കെ പഠിച്ചിട്ടുള്ളവർക്ക്, പിന്നെ ഈ നിയമവകുപ്പിലുള്ള തത്തുല്യമായ സ്ഥാപനങ്ങളിലോ അതായത് വക്കീൽ ഓഫീസുകളിലോ അങ്ങനെ സ്ഥാപനങ്ങളിൽ സൂപ്പർവൈസറായിട്ട് തസ്തികയിൽ സേവനം ചെയ്തിട്ടുള്ളവർക്ക്, അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ സൂപ്പർവൈസറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക്, അവിടെ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവർക്കൊക്കെയാണ് ഈ പറഞ്ഞ ലീഗൽ കൺസൾട്ടൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ അവർക്ക് ഈ സർവകലാശാലയിലുള്ള നിയമങ്ങളെ കുറിച്ചുള്ള അറിവൊക്കെ ഉള്ള വ്യക്തിയായിരിക്കണം. ഈ സർവകലാശാല ജോലി ആയതുകൊണ്ട് തന്നെ
ആ ആ ഫീൽഡിനെ കുറിച്ചുള്ള നിയമങ്ങളൊക്കെ നല്ല അറിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞ ലീഗൽ കൺസൾട്ടൻ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 11ാമത്തെ തസ്തിക അസിസ്റ്റൻ്റ് തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ആണ്. ഏതെങ്കിലും ഒരു ഡിഗ്രി, ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, ഡിഗ്രി ഉണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ മിനിമം ഡിഗ്രിയും കമ്പ്യൂട്ടർ നോളജ് ഉള്ളവർക്ക് 11ാമത്തെ തസ്തികയായ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 12ാമത്തെ തസ്തിക കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തിക. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രി ആണ്. ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല, മിനിമം യോഗ്യത ഡിഗ്രിയും അതിനോടൊപ്പം തന്നെ KGTCയുടെ ലോവറും ഹയറും പാസ്സായിരിക്കണം. കമ്പ്യൂട്ടർ നോളജ് നല്ലതുപോലെ ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കണം. അപ്പോൾ മിനിമം ഡിഗ്രിയും KGTCയുടെ ലോവർ ഹയറും അറിഞ്ഞിരിക്കണം, കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം. ഇതിത്രയും ഉള്ളവർക്ക് 12ാമത്തെ തസ്തികയായ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 13ാമത്തെ തസ്തിക സ്റ്റുവാർഡ് തസ്തിക. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പഠനമായിട്ട് ഏത് യോഗ്യത ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതായത് 5ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ 11ഓ 12ഓ ഇതിൽ ഏത് യോഗ്യത ഉണ്ടെങ്കിലും കുഴപ്പമില്ല. 4ാം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ സ്റ്റുവാർഡ് തസ്തികയായിട്ട് കാര്യസ്ഥൻ എന്ന ജോലിയാണ്. അതായത് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നറിഞ്ഞ് ആ കാര്യങ്ങളൊക്കെ നോക്കുന്ന ചുമതലയാണ്. അപ്പോൾ ആ ജോലി ചെയ്യാനുള്ള കാര്യപ്രാപ്തിയുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് 13ാമത്തെ തസ്തികയായ സ്റ്റുവാർഡ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത തസ്തികയാണ് 14ാമത്തെ തസ്തിക ഓഫീസ് അറ്റൻഡൻറ്റ്. ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 12ാം ക്ലാസ് യോഗ്യതയാണ്. 12ാം ക്ലാസ് പാസ്സായിരിക്കണം. അത് സയൻസ് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല, കൊമേഴ്സ് ആയാലും കുഴപ്പമില്ല. മിനിമം 12ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് 14ാമത്തെ തസ്തികയായ ഓഫീസ് അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 15ാമത്തെ തസ്തിക ഹൗസ് കീപ്പർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏത് യോഗ്യത ഉണ്ടെങ്കിലും കുഴപ്പമില്ല. അതായത് 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ 8ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ ഏത് യോഗ്യത ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഹൗസൊക്കെ ക്ലീൻ ചെയ്യാനുള്ള, അതായത് തൂക്കുക, തുടയ്ക്കുക, ഇങ്ങനെയുള്ള ജോലി അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള യോഗ്യതയുള്ളവർക്ക് 15ാമത്തെ തസ്തികയായ ഹൗസ് കീപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് 16ാമത്തെ തസ്തിക ഡ്രൈവർ തസ്തികയാണ്. അതിനു വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. വാഹനമൊക്കെ നല്ലതുപോലെ ഓടിക്കാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് 16ാമത്തെ തസ്തികയായ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ 16 തസ്തികയുടെ ക്വാളിഫിക്കേഷൻ ഇതാണ്. അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ യോഗ്യത അനുസരിച്ച് നിങ്ങൾക്ക് ഏത് തസ്തികയിലേക്കാണോ അപേക്ഷിക്കേണ്ടത് അതനുസരിച്ച് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഇൻ്റർവ്യൂ വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷന് ശേഷം ഇൻ്റർവ്യൂവിന് ഡേറ്റ് അറിയിക്കുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താൽ മതി. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഇതിന് പ്രായപരിധി നോട്ടിഫിക്കേഷനൊന്നും എടുത്തു പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന് ക്വാളിഫിക്കേഷനായിട്ട് യോഗ്യതയുള്ള വ്യക്തിയാണെങ്കിൽ പ്രായം നിങ്ങൾക്ക് പ്രശ്നമില്ല, ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. കാരണം ആദ്യത്തെ തസ്തികയിലൊക്കെ റിട്ടയർഡ് ആയിട്ടുള്ളവർക്കാണ് അപേക്ഷിക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ വയസ്സിന് പ്രശ്നമേ ഇല്ല. അപ്പോൾ നിങ്ങളുടെ പ്രായം ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ജോലി ലഭിക്കുന്ന സ്ഥലം കൊല്ലത്താണ്. ജോലി ലഭിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലത്താണ് ഈ സ്ഥാപനം ഉള്ളത്. അതുകൊണ്ട് കൊല്ലത്തായിരിക്കും ഈ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നത്. ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ഒരു കോൺട്രാക്ട് ബേസിലായിരിക്കും ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. 2 വർഷത്തെയോ 3 വർഷത്തെയോ അല്ലെങ്കിൽ 4 വർഷത്തെയോ ഒരു എഗ്രിമെൻ്റ് വ്യവസ്ഥയിലായിരിക്കും നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ശമ്പളം ലഭിക്കുന്നത് ഇത് ദിവസം ആണ് ജോലിയുടെ ശമ്പളം ലഭിക്കുന്നത്, മാസത്തിലല്ല, ദിവസം ആണ് ശമ്പളം ലഭിക്കുന്നത്. സാമാന്യം നല്ല ശമ്പളം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. പിന്നെ ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ്. ശമ്പളം തരുന്നത് കേരള ഗവൺമെൻറ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടിയുള്ള ശമ്പളം തരുന്നത്. എങ്ങനെയാണ് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് പറയാം. 2 മാർഗത്തിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നവർക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. അതില്ലെങ്കിൽ താവൽ വഴി അപേക്ഷിക്കുന്നവർക്ക് താവൽ വഴി അപേക്ഷിക്കാം. ഓൺലൈൻ വഴി അപേക്ഷിക്കുകയാണെങ്കിൽ അവർ മെയിൽ ഐ ഡി തന്നിട്ടുണ്ട്. ആ മെയിൽ ഐ ഡിയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കണം. മെയിൽ ഐ ഡി പറയാം: career@srinarayanaguru.edu.in എന്ന മെയിൽ ഐ ഡിയിൽ വേണം നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കേണ്ടത്. യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ
നേരത്തെ അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷയുടെ മാതൃകകളൊക്കെ അവിടെ കാണുന്നതായിരിക്കും. ആ മാതൃകയിലാണ് ഈ പറഞ്ഞ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കേണ്ടത്. ഇനി ഓഫ്ലൈൻ വഴിയായ താബൽ വഴി അപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് അതിനുള്ള അഡ്രസ്സ് പറയാം. രജിസ്ട്രാർ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം, പിൻകോഡ് 691601 എന്ന അഡ്രസ്സിലായിരിക്കണം താബൽ വഴി നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് 2021 ജനുവരി മാസം 5-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ജനുവരി 5-ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് തന്നെ ഓൺലൈൻ വഴിയായിട്ടോ താവൽ വഴിയോ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കുന്ന വ്യക്തി ഏതെങ്കിലും ഒരു മാർഗ്ഗം സ്വീകരിച്ചാൽ മതി. ഒന്നെങ്കിൽ മെയിൽ വഴി അപേക്ഷിക്കുക, അല്ലെങ്കിൽ പോസ്റ്റ് വഴി അപേക്ഷിക്കുക. ഈ ജോലിക്ക് വേണ്ടി യാതൊരു ഫീസും നിങ്ങൾ അടയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു രൂപ പോലും നിങ്ങൾ ഫീസായിട്ട് അടയ്ക്കേണ്ട ആവശ്യമില്ല. പോസ്റ്റൽ ചാർജ് മാത്രമേ ഉള്ളൂ. അത് 10-20 രൂപ പോസ്റ്റ് വഴി അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ചാർജ് വരത്തുള്ളൂ. മെയിൽ വഴി അപേക്ഷിക്കുന്നവർക്ക് അതുമില്ല. അപ്പോൾ 1 രൂപ പോലും ഫീസ് അടയ്ക്കേണ്ട. നിങ്ങൾക്കല്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഇവരുടെ ഒഫീഷ്യലായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ കയറി നോക്കുക. www.srinaarayanaguru.edu.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഈ ജോലിയെ കുറിച്ചുള്ള ഇൻഫോർമേഷനൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. കേരള സർക്കാരിൻ്റെ ജോലിയാണ്. താൽക്കാലിക നിയമനം എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യരുത്. യാതൊരു ഫീസും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അതിൻ്റെ താഴെ ഫേസ്ബുക്കിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും. നിങ്ങൾക്ക് ഈ ജോബിൻ്റെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.